ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. എക്ലീസിയാസ്റ്റസ് ചാപ്റ്റർ 11 വേഴ്സസ് 1 to 6. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്ക് അത് കിട്ടും. ഒരു ഓഹരിയെ 7 ആയിട്ടോ 8 ആയിട്ടോ വിഭാഗിച്ചു കൊള്ളുക. ഭൂമിയിൽ എന്ത് അനർത്ഥം സംഭവിക്കും എന്ന് നീ അറിയുന്നില്ലല്ലോ. മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നാൽ ഭൂമിയിൽ പെയ്യും. വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണിടത്ത് തന്നെ കിടക്കും. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്ക, വൈകുന്നേരത്ത് നിന്റെ കൈ ഇളച്ചിരിക്കരുത്. ഇതോ അതോ ഏത് സഫലമാകും എന്നും രണ്ടും ഒരുപോലെ നന്നായിരിക്കുമോ എന്നും നീ അറിയുന്നില്ലല്ലോ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ നാഥനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നീ വചനമായി ഞങ്ങളുടെ ഉള്ളത്തിൽ ജഡം ധരിക്കുന്നതിനായി സ്തോത്രം. ഈ രാവിലെ സമയത്തെ ഈ വചനത്തിൻ്റെ സംവേദനത്തിൽ നിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. കർത്താവേ, നീ സംസാരിക്കുമ്പോൾ കേൾക്കുവാനും ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും, പ്രത്യേകിച്ച് ഈ നിയോഗ ശുശ്രൂഷയിൽ ഖശീശ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവന് അത് അനുഗ്രഹമായിരിക്കാനും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. 1953 പ്രസിദ്ധീകരിച്ച ഒരു ചെറുകഥ, അതിൻ്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: ദ മാൻ ഹു പ്ലാന്റഡ് ട്രീസ്. ഇതെഴുതിയത് ജീൻ ഗിയോണോ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹം തെക്കൻ ഫ്രാൻസിലെ തരിശായും വാസയോഗ്യമല്ലാതെയും ഇരുന്ന ഒരു പ്രദേശത്ത് ആയിരക്കണക്കിന് മരങ്ങൾ നിശബ്ദമായി നട്ടുപിടിപ്പിച്ച ഒരു ഇടയനെയാണ് അവതരിപ്പിക്കുന്നത്. ഈ കഥയിലെ ആഖ്യാതാവ് ഈ ഇടയനെ തൻ്റെ ഒരു പർവ്വതാരോഹണ ദൗത്യത്തിലാണ് പരിചയപ്പെടുന്നത്. ഏകാന്തനായി ഒരു തരിശു ഭൂമിയിൽ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്ന ഈ ഇടയനെ കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിന് വലിയ താല്പര്യം തോന്നി. അദ്ദേഹത്തിൻ്റെ അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അദ്ദേഹം കാണുന്നില്ല, ആരും പ്രതിഫലം കൊടുക്കുന്നില്ല. എന്നാണ് ഇത് തളിർത്ത് കായിടുന്നത് എന്നറിയാനും കഴിയില്ല. പക്ഷേ മരം വച്ചു പിടിപ്പിക്കുന്നത് അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം 2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞപ്പോൾ 87 വയസ്സുള്ള ഈ ഇടയനെ വീണ്ടും ഈ ആഖ്യാതാവ് കണ്ടെത്തുകയാണ്. അങ്ങനെ 1945 ജൂണിൽ അദ്ദേഹത്തെ വീണ്ടും കണ്ടെത്തുമ്പോൾ നിർജീവമായി ഊഷരമായിരുന്ന ഭൂമി ഒരു പുതിയ ജീവൻ പ്രാപിച്ച് കാടുകളും അരുവികളും ഗ്രാമങ്ങളും പുതുക്കിയ മനുഷ്യ ജീവിതവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കാണുകയാണ്. തൻ്റെ വിശ്വസ്തമായ പ്രവർത്തനം അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. താൻ ചെയ്യുന്നതിൽ നിന്നും മെച്ചപ്പെട്ട എന്തെങ്കിലും ഉയർന്നു വരുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നത് കൊണ്ട് ആ കർമ്മം അദ്ദേഹം അപ്പോഴും തുടർന്നുകൊണ്ടിരുന്നു. ഇന്നത്തെ എൻ്റെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് പാസ്റ്ററൽ മിനിസ്ട്രി ദാറ്റ് ട്രാൻസെൻഡ്സ് അൺസർട്ടനിറ്റി എന്നുള്ളതാണ്. അനിശ്ചിതത്വത്തെ അതിജീവിക്കുന്ന ഇടയ ശുശ്രൂഷ. അനിശ്ചിതത്വം മിക്കവാറും സാധാരണയായി മാറിയ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലരും ഈ കാലഘട്ടത്തെ സാധാരണ അനന്തരകാലം എന്ന് വിളിക്കാറുണ്ട്, പോസ്റ്റ് നോർമൽ ടൈംസ്. എത്ര വേഗത്തിലാണ് സാധാരണമായി നമ്മുടെ ജീവിതങ്ങൾ അട്ടിമറിക്കപ്പെടുന്നത്. COVID-19 നമ്മെ അത് ഓർമ്മിപ്പിച്ചതാണ്. യുദ്ധങ്ങളും രാഷ്ട്രീയമായ ഏകാധിപതികളുടെ ഉദയവും സാമ്പത്തിക അസ്ഥിരതയും കാലാവസ്ഥയുടെ വ്യതിയാനവും
സാങ്കേതിക വിദ്യയുടെയും കൃത്രിമ ബുദ്ധിയുടെയും അതിവേഗത്തിലുള്ള വളർച്ചയും മതേതരത്വവും ജനാധിപത്യവും അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന കുടുംബ പശ്ചാത്തലങ്ങളും ലഹരി അടിമത്തത്തിൻ്റെയും അതുമൂലം സംഭവിക്കുന്ന മാനസിക ആരോഗ്യ പ്രതിസന്ധിയുടെയും പശ്ചാത്തലവും ഒരു ഇടയ ശുശ്രൂഷയുടെ പുതിയ പശ്ചാത്തലം രൂപപ്പെടുത്തുകയാണ്. ഈ പുതിയ ഇടയ ശുശ്രൂഷ പശ്ചാത്തലത്തിൽ ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം കുറയുകയും നാളെ എന്ത് സംഭവിക്കും എന്നറിയാത്തതിനാൽ എനിക്ക് ജീവിക്കാൻ കഴിയുമോ, നാളെ എൻ്റെ വിശ്വാസത്തെ വിശ്വസ്തയോടെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു. അതിനാൽ നമ്മുടെ മുൻപിലുള്ള മുഖ്യമായ ഇടയ ശുശ്രൂഷയുടെ വെല്ലുവിളി അനിശ്ചിതത്വമുള്ള ലോകമാണ്. ഈ ലോകത്ത് തെറ്റായ ഉറപ്പുകൾ നൽകാതെ പ്രത്യാശയോടെ ഒരു സമൂഹമായി എങ്ങനെ മാറാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഹൗ ക്യാൻ ദ ചർച്ച് ഗീവ് ഹോപ്പ് എമിഡ്സ്റ്റ് ഓഫ് അൺസർട്ടനിറ്റീസ് വിത്തൗട്ട് ഗിവിംഗ് false hopes? In the context of uncertainties, anxieties in pastoral ministry is a reality. ഈ അനിശ്ചിത ലോകത്ത് ഇടയ ശുശ്രൂഷയിലെ ഉത്കണ്ഠകളും ഒരു യാഥാർത്ഥ്യമാണ്. മാനസികമായ ബലഹീനതയായോ വിശ്വാസക്കുറവായോ എന്ന് പലപ്പോഴും നമ്മളതിനെ ചുരുക്കി കളയാറുണ്ട്. എന്നാൽ ഉത്കണ്ഠകളും ആകുലതകളും പലപ്പോഴും ശുശ്രൂഷയുടെ സ്വഭാവം തന്നെ സൃഷ്ടിക്കുന്ന ഘടനാപരവും അസ്തിത്വപരവുമായ യാഥാർത്ഥ്യങ്ങളാണ്. ഒരു പട്ടക്കാരൻ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത് വളരെ പ്രതീക്ഷകളുടെ നടുവിലാണ്. A clergy enters into ministry where he carries the burden of expectations. പലപ്പോഴും ഈ പ്രതീക്ഷകൾ അവനെ എത്തിക്കുന്നത് ഉത്കണ്ഠകളുടെയും ആകുലതകളുടെയും നടുവിലാണ്. വേദപുസ്തകം ഈ കാലികമായ ലോകത്തിൽ എങ്ങനെ വ്യാഖ്യാനിക്കും? സഭയുടെയും ദൈവത്തിൻ്റെയും പ്രതീക്ഷകൾ എങ്ങനെ നിറവേറ്റും? ഇടയന്റെ കാരുണ്യവും സ്ഥാപനപരമായ ബോധ്യങ്ങളും എങ്ങനെ ഒരുപോലെ കൊണ്ടുപോകും? കുടുംബ ഉത്തരവാദിത്വവും ശുശ്രൂഷയുടെ തലങ്ങളും എങ്ങനെ സംയോജിപ്പിക്കും? എന്നിങ്ങനെയുള്ള അനവധി പ്രതീക്ഷകളും ആകുലതകളും ഒരു ഇടയന് ഉണ്ട്. ഈ പ്രതീക്ഷകൾ നമ്മെ നയിക്കുന്നത് പലപ്പോഴും ആകുലതകളിലേക്കാണ്. നമ്മുടെ മുൻപിലുള്ള വിജയങ്ങൾ, നേട്ടങ്ങൾ, സ്ഥിരമായ ലഭ്യതയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, കുടുംബത്തിൻ്റെയും ശുശ്രൂഷയുടെയും ഉത്കണ്ഠകൾ, സാമ്പത്തികവും സ്ഥാപനപരവുമായ സുരക്ഷയെക്കുറിച്ചുള്ള ആകുലതകൾ, ദൈവശാസ്ത്രപരമായ ഉത്തരങ്ങളെക്കുറിച്ചുള്ള ആകുലതകൾ, ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്. സഭാപ്രസംഗി 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ അനിശ്ചിതത്വത്തിന്റെ പശ്ചാത്തലത്തിലാണ് എഴുതിയിരിക്കുന്നത്. ജീവിതം നിയന്ത്രിക്കാൻ കഴിയുമെന്നോ എല്ലാ നിക്ഷേപങ്ങളും വിജയിക്കുമെന്നുമുള്ള മിഥ്യാധാരണ എഴുത്തുകാരനില്ല. പകരം ഭാവി നമ്മുടെ നിയന്ത്രണത്തിന് അതീതമാകുമ്പോൾ എങ്ങനെ ജീവിക്കാമെന്നും വിശ്വസ്തയോടെ പ്രവർത്തിക്കാമെന്നും ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. അനിശ്ചിതത്വമുള്ള ലോകത്തിൽ ആകുലതകളുടെയും ഉത്കണ്ഠകളുടെയും നടുവിൽ ഉത്കണ്ഠാകുലരാകുകയോ നിഷ്ക്രിയരാവുകയോ ചെയ്യുക എന്നുള്ളതാണ് പ്രലോഭനം. എന്നാൽ സഭാപ്രസംഗി മറ്റൊരു മാർഗം നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. അത് യാഥാർത്ഥ്യങ്ങളെ മറക്കുക എന്നല്ല, അതിൻ്റെ നടുവിൽ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. സഭാപ്രസംഗി മുൻപോട്ട് വയ്ക്കുന്ന ഈ ഇതരമായ മാർഗം ഇന്നത്തെ സംഗതമായ ഇടയ ശുശ്രൂഷയ്ക്ക് നമ്മെ വെല്ലുവിളിക്കുന്നു, നമ്മെ ആഹ്വാനം ചെയ്യുന്നു. 3 ധ്യാന ചിന്തകൾ പങ്കിട്ട് ഞാൻ എൻ്റെ ധ്യാനം അവസാനിപ്പിക്കാം. 1, വെള്ളത്തിന്മേൽ എറിയാനുള്ള ധൈര്യം, the courage to cast upon waters. The first challenge in the context of uncertainties is to release what is entrusted to us. ഇടയ ശുശ്രൂഷയുടെ ആദ്യ വെല്ലുവിളി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് പുറത്തുവിടാനുള്ള, എറിയാനുള്ള ധൈര്യമാണ്. എബ്രായ ക്രിയാപദമായ ഷാലക്, അയക്കുക, വിടുക അല്ലെങ്കിൽ എറിയുക എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പം വെള്ളത്തിന് മുകളിൽ വിടുവിക്കപ്പെടുന്നു, അയക്കപ്പെടുന്നു അല്ലെങ്കിൽ എറിയുന്നു. ഒഴുകുന്ന വെള്ളം വലിയ അനിശ്ചിതത്വത്തിൻ്റെയും ആകുലതകളുടെയും പ്രതീകമാണ്. പ്രത്യേകിച്ച് ഇതെഴുതുന്ന പശ്ചാത്തലത്തിൽ വെള്ളത്തിന്മേൽ എറിയുക എന്നതിന് 2 പ്രായോഗിക പശ്ചാത്തലങ്ങൾ ഉണ്ട്.
ഒന്ന് കടൽ കടന്നുള്ള വ്യാപാരത്തിന്റെ പശ്ചാത്തലമാണ്. ദി എക്സ്പ്രഷൻ റെഫേഴ്സ് ടു ഓവർസീസ് ട്രേഡ്. കടൽ കടന്ന് വ്യാപാരത്തിനായി പോകുന്നവർ തങ്ങളുടെ അപ്പത്തെ അനിശ്ചിതത്വത്തിന്റെ നടുവിൽ എറിയുകയാണ്. ഈ അധ്വാനത്തിന്റെ ഫലം തിരിച്ചു കിട്ടുമോ, അതോ എത്ര നാൾ കാത്തിരിക്കണം? കടലിലെ യാത്രയുടെ അപകടങ്ങൾ തുടങ്ങിയവയെല്ലാം അനിശ്ചിതത്വങ്ങളെ മറികടന്ന് ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. സെക്കൻഡ് കോണ്ടെക്സ്റ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് ദി അഗ്രികൾച്ചറൽ കോണ്ടെക്സ്റ്റ്. കാർഷിക പശ്ചാത്തലത്തിൽ വെള്ളപ്പൊക്കത്തിൽ വിത്ത് വിതയ്ക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചില പണ്ഡിതർ കരുതുന്നത് ഈജിപ്തിലും മെസപ്പൊട്ടേമിയയിലും വെള്ളപ്പൊക്കം കുറഞ്ഞു വരുന്ന സ്ഥലങ്ങളിൽ കർഷകർ വിത്ത് വിതയ്ക്കുന്ന രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഈ രണ്ട് സാഹചര്യങ്ങളിലും അതിൻ്റെ ഉടനടിയുള്ള ലക്ഷ്യസ്ഥാനവും ഫലവും അജ്ഞാതമാണ്. ഇടയ ശുശ്രൂഷ അടിസ്ഥാനപരമായി ഒരു വിടുവിക്കൽ, അയക്കൽ ശുശ്രൂഷയാണ്. Pastoral ministry is basically a releasing and sending ministry amidst uncertainties. ഒരു ശുശ്രൂഷകൻ പ്രസംഗങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ, ദൈവവചനം, ഇടയ പരിചരണത്തിലൂടെ, സമയം പഠിപ്പിക്കലിലൂടെ, അറിവ്, സന്ദർശനത്തിലൂടെയും സാന്നിധ്യത്തിലൂടെയും, കരുണ, മെന്ററിങ്ങിലൂടെ യുവാക്കൾ, ശാക്തീകരണത്തിലൂടെ ആളുകൾ, ദൗത്യത്തിലൂടെ സഭയുടെ ആകമാനമായ വളർച്ച എന്നിവയെല്ലാം അയക്കുന്ന ശുശ്രൂഷകളാണ്. എന്നാൽ ഈ അയക്കലുകൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നിയന്ത്രിക്കാൻ ശുശ്രൂഷകന് കഴിയുകയില്ല. ഇന്നത്തെ ഇടയ ശുശ്രൂഷകളുടെ വലിയ വെല്ലുവിളികളിൽ ഒന്നാണിത്. ബട്ട് ടുഡേ as ministers we live in a culture obsessed with measurable outcomes. അളക്കാവുന്ന ഫലങ്ങളിൽ അഭിരമിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത്. We measure attendance, we measure membership, financial contributions, views, shares and likes, programs, buildings, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രോത്ത്. ഇതെല്ലാം നമ്മൾ അളക്കുന്നവരാണ്. എന്നാൽ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയിൽ ഭൂരിഭാഗവും ഉടനടി അളക്കാൻ കഴിയുകയില്ല. അതിനാൽ ഇടയ ശുശ്രൂഷയ്ക്ക് അളക്കാൻ കഴിയില്ലെങ്കിലും നിക്ഷേപിക്കാനുള്ള ധൈര്യം ആവശ്യമാണ്. എന്നാൽ സഭാപ്രസംഗി തുടർന്ന് പറയുന്നത് ഇപ്രകാരമാണ്: ഫോർ ആഫ്റ്റർ മെനി ഡേയ്സ് യു വിൽ ഫൈൻഡ് ഇറ്റ്. വീണ്ടും അതിനെ നീ കണ്ടെത്തും. അപ്പത്തെ എറിയുന്നതിനും പിന്നീട് കണ്ടെത്തുന്നതിനും ഇടയിൽ ഒരു വിടവുണ്ട്. ആ വിടവ് വിശ്വാസത്തിന്റെ ഇടമാണ്. ഈ ഇടമാണ് ഇന്ന് കുറഞ്ഞു വരുന്നത്. ഇടയന്മാർ പലപ്പോഴും ഈ വിടവിന് ആഴവും പരപ്പും കൂടുമ്പോൾ വല്ലാതെ നിരുത്സാഹപ്പെടുന്നു. കാരണം അവർ ഉടനടി ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണ്. എന്നാൽ വേദപുസ്തകത്തിന്റെ ഭാവന ഫലപ്രാപ്തി എന്നതിനേക്കാൾ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ വിശ്വസ്തയോടെ നിർവഹിക്കുന്നതിനെയാണ് കൂടുതൽ മനോഹരമായി കാണുന്നത്. The question that the shepherd must ask is not about results or success stories, but about faithfulness and willingness to cast the bread even when the results are unpredicted and success is far beyond the reach. ഒരു തുറമുഖത്തിന്റെ സുരക്ഷിതത്വത്തിൽ സഭയ്ക്ക് സ്ഥിരമായി തുടരാൻ കഴിയില്ല. സുവിശേഷം സമകാലീന സമൂഹത്തിൽ വെള്ളത്തിലേക്ക് എറിയപ്പെടണം. ഡിജിറ്റൽ ഇടങ്ങൾ, യുവാക്കൾ, കുടിയേറ്റക്കാർ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ, പരിസ്ഥിതി ആശങ്കകൾ, നീതിയുടെ ചോദ്യങ്ങൾ, കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പുതിയ രൂപങ്ങൾ, സംഘടിത മതത്തിൽ നിന്നും അകന്നു പോകുന്ന ആളുകൾ, ഇതിന്റെ എല്ലാം നടുവിൽ എന്തു സംഭവിക്കുമെന്ന് ഒരിടയന് അറിയില്ല. പക്ഷെ ദൈവം തൻ്റെ അപ്പത്തെ അയക്കാൻ ഇടയനെ വിളിച്ചിരിക്കുന്നു എന്നുള്ള നല്ല ഉറപ്പ് എല്ലാ ഇടയന്മാർക്കും ഉണ്ടാവണം. In 1956, 3 people casted their bread upon the waters of Tibetan border. Reverend A.K. George, Professor P.P. Thomas and V.S. Jones. They did not know what will be the result. They did not know what are the consequences, but they cast their bread. രണ്ടാമത്തെ ചിന്ത ഞാൻ പങ്കുവയ്ക്കാനായി ആഗ്രഹിക്കുന്നത് ദ കമ്പാഷൻ ടു ഷെയർ, പങ്കുവയ്ക്കാനുള്ള കാരുണ്യം. സഭാപ്രസംഗി 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിന്റെ പരിഭാഷ, മറ്റൊരു പരിഭാഷ ഇപ്രകാരമാണ്: നിങ്ങൾ സമ്പാദിക്കുന്നതിന്റെ ഒരു പങ്ക് ധാരാളം ആളുകൾക്ക് നൽകുക. എല്ലാറ്റിനും ഉപരിയിൽ ഭൂമിയിൽ എന്ത് വലിയ കുഴപ്പങ്ങൾ വരുമെന്ന് നിങ്ങൾക്കറിയില്ല. അനിശ്ചിതത്വം നിറഞ്ഞ, ഉത്കണ്ഠകൾ നിറഞ്ഞ ലോകത്തിൽ
കാരുണ്യപരമായ പങ്കുവെക്കലിനുള്ള ആഹ്വാനമാണിത്. ഈ വചനം കാരുണ്യത്തിന്റെ പങ്കുവെക്കലിനെ സൂചിപ്പിക്കുന്നു. രണ്ട് യുക്തികൾ തമ്മിലുള്ള സംഘർഷത്തിലാണ് ഇടയൻ നിൽക്കുന്നത്. ഇതിൽ ഏതു യുക്തിയുടെ പക്ഷത്ത് നിൽക്കണമെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഒരു വശത്ത് സമാഹരണത്തിന്റെയും സ്വയസംരക്ഷണത്തിന്റെയും യുക്തിയും, മറുവശത്ത് നൽകലിന്റെയും പങ്കിടലിന്റെയും യുക്തിയും. ഇതിനാഴത്തിലുള്ള ഒരു ഇടയ ശുശ്രൂഷ തലമുണ്ട്. ഇടയ ശുശ്രൂഷ ജീവിതത്തിൽ സ്വരുക്കൂട്ടുന്നതിനെ കുറിച്ചല്ല, പങ്കിടുന്നതിനെ കുറിച്ചാണ്. ആളുകളെ സ്വന്തമാക്കുന്നതിനെ കുറിച്ചല്ല, അത് ആളുകൾക്കായി ജീവിതം പങ്കിടുന്നതിനെ കുറിച്ചാണ്. അത് ഭൂമിയിലുള്ള നിക്ഷേപത്തെ കുറിച്ചല്ല, സ്വർഗത്തിലുള്ള നിക്ഷേപത്തെ കുറിച്ചാണ്. ഈ പങ്കിടാനുള്ള കാരുണ്യത്തിൽ ഭാരങ്ങൾ, കണ്ണുനീർ, സന്തോഷങ്ങൾ, ചോദ്യങ്ങൾ, വിഭവങ്ങൾ, അറിവ്, അവസരങ്ങൾ, പ്രത്യാശ തുടങ്ങിയവയെല്ലാം അതിൻ്റെ ഭാഗമായി മാറുന്നു. മതപരമായ പ്രവർത്തനങ്ങളുടെ ഒരു ഭരണാധികാരിയാകാനുള്ള പ്രലോഭനത്തെ ഒരു ഇടയൻ ചെറുക്കണം. ഇടയ ശുശ്രൂഷ ആത്യന്തികമായി ആളുകളോടൊപ്പവും ആളുകൾക്ക് വേണ്ടിയുമുള്ളതാണ്. The challenge is to a minister today are the people who are broken. മുറിവേറ്റ ഒരു സമൂഹത്തിന്റെ ശുശ്രൂഷയാണ് ഇന്നത്തെ വെല്ലുവിളി. അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കാരുണ്യത്തിന്റെ പങ്കുവെക്കലുകൾ മാത്രമാണ്. ഇന്നത്തെ ഇടയൻ പലപ്പോഴും അദൃശ്യമായ മുറിവുകൾ വഹിക്കുന്ന ആളുകളെ കണ്ടുമുട്ടുന്നു. ആളുകൾ പോരാടുന്നത് ഏകാന്തതയോടും ഉത്കണ്ഠയോടും കുടുംബ തകർച്ചയോടും ആസക്തികളോടും തൊഴിലില്ലായ്മയോടും കുടിയേറ്റത്തോടും ഡിജിറ്റൽ ലോകത്തെ ഒറ്റപ്പെടലിനോടും ദുഃഖത്തോടും സ്വത്വത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും ചോദ്യങ്ങളോടുമാണ്. പലരും പള്ളിയുടെ കൂട്ടായ്മയിലേക്ക് വരുന്നത് അവർക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ചോദ്യങ്ങളുമായാണ്. അതിനാൽ സഭ ആളുകൾക്ക് മതപരമായ പ്രബോധനം ലഭിക്കുന്ന ഒരു സ്ഥലമായി മാത്രം മാറാതെ ആളുകൾ അനുകമ്പ അനുഭവിക്കുന്ന സമൂഹമായി മാറണം. ഈ വ്യക്തി എന്താണ് വിശ്വസിക്കുന്നതെന്ന് മാത്രമല്ല, ഈ വ്യക്തി എന്തു ഭാരം വഹിക്കുന്നു, എന്തു മുറിവുകൾ പേറുന്നു എന്ന് ചോദിക്കാൻ ശുശ്രൂഷകൻ പഠിക്കണം. യേശു അമൂർത്തമായ വിഭാഗങ്ങളെ ശുശ്രൂഷിച്ചിട്ടില്ല. അദ്ദേഹം വ്യക്തികളെ കണ്ടുമുട്ടി, അവരെ കേട്ട് കാരുണ്യം പങ്കുവെച്ചു. അദ്ദേഹം കുഷ്ഠരോഗിയെ സ്പർശിച്ചു, മറിയയോടും മാർത്തയോടുമൊപ്പം കരഞ്ഞു. അദ്ദേഹം കുട്ടികളെ സ്വാഗതം ചെയ്തു. സമൂഹം ഒഴിവാക്കിയവരോടൊപ്പം അദ്ദേഹം ഭക്ഷണം കഴിച്ചു. കരുണയുടെ പങ്കുവെക്കലുകൾക്ക് സഭയുടെ ഒരതിരും തടസ്സമാകാൻ പാടില്ല. അതിരുകൾക്കപ്പുറത്തേക്ക് പോകണം. സഭാപ്രസംഗി പറയുന്നു, 7 പേർക്കോ 8 പേർക്കോ പോലും ഓഹരികൾ നൽകുക. പരിമിതിക്ക് പകരം സമൃദ്ധിയും തുറന്ന മനസ്സും ഈ ഇമേജറി സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ ഇന്നത്തെ അജപാലന ശുശ്രൂഷ സഭയിലെ അംഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാകില്ല. ഇടയൻ ചോദിക്കണം, നമ്മുടെ പരിചരണ വലയത്തിന് പുറത്തുള്ളവരാരൊക്കെയാണ്? ദരിദ്രരോ, കുടിയേറ്റക്കാരോ, ഒറ്റയ്ക്ക് താമസിക്കുന്നവരോ, ആസക്തിയുമായി മല്ലിടുന്നവരോ, പള്ളിയിൽ വരുന്നത് നിർത്തിയ വ്യക്തിയോ, ഒഴിവാക്കപ്പെട്ടതായി തോന്നുന്ന വ്യക്തിയോ, വിശ്വാസം ഉത്തരത്തിനു പകരം ഒരു ചോദ്യമായി മാറിയ വ്യക്തിയോ, പരിസ്ഥിതിയുടെ ഇരയോ, നാടുകടത്തപ്പെട്ട വ്യക്തിയോ, പങ്കുവെക്കാനുള്ള അനുകമ്പ അജപാലന ശുശ്രൂഷയുടെ അതിരുകൾ വികസിപ്പിക്കുകയാണ്. നമ്മുടെ ദൈവത്തെ വിശേഷിപ്പിക്കാൻ നാം പല പദപ്രയോഗങ്ങൾ നടത്താറുണ്ട്. എന്നാൽ ഏറ്റവും അനുയോജ്യമായ ഒരു പദം കാരുണ്യം നിറഞ്ഞ ദൈവം എന്നാണ്. പട്ടംകുട ശുശ്രൂഷയിലെ മനോഹരമായ 2 ഗീതങ്ങൾ ആരംഭിക്കുന്നത് അത് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. കാരുണ്യത്തിൻ കടലായോൻ ദേവ നീ ഒരുവൻ മാത്രം എന്നാണ് ഒരു ഗീതത്തിന്റെ തുടക്കം. മറ്റൊരു ഗീതം ആരംഭിക്കുന്നത് കനിവും നല്ല മനസ്സലിവും കരുണയുമുള്ള കൃപാകരണി എന്നാണ്. ഈ ദൈവത്തെ പങ്കുവെക്കാൻ ഒരിടയന് മറ്റൊരു വഴിയുമില്ല കരുണയുടെ പങ്കുവെക്കലല്ലാതെ. There is no other way for a shepherd to share this God except through the sharing of compassion. മൂന്നാമത്തെ ചിന്ത, വിതയ്ക്കുന്നത് തുടരാനുള്ള പ്രതിബദ്ധത. The commitment to keep sowing. രാവിലെ നിങ്ങളുടെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരം നിങ്ങളുടെ കൈകൾ അലസമായിരിക്കരുത്. സഭാപ്രസംഗി 11:6 മൂന്നാമത്തെ സന്ദേശം ഒരുപക്ഷെ ഇടയ ശുശ്രൂഷയ്ക്ക് ഏറ്റവും പ്രധാനമാണ്. വിതയ്ക്കുന്നത് തുടരുക. ഇടയവേലയ്ക്ക് ദീർഘകാല വിശ്വസ്തത ആവശ്യമാണ്. വാക്യം 4 മുന്നറിയിപ്പ് നൽകുന്നു. കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുകയില്ല,
നടുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. പ്രവർത്തിക്കാതിരിക്കാൻ എപ്പോഴും കാരണങ്ങൾ ഉണ്ടാവാം. ഈ വേദഭാഗം നൽകുന്ന മൂന്നാമത്തെ വെല്ലുവിളി അലസതയുടെയും ആത്മസംതൃപ്തിയുടെയും വെല്ലുവിളിയാണ്. ദ ചാലഞ്ച് ഓഫ് ലേസിനെസ് ആൻഡ് കോംപ്ലൈസൻസി. ഈ വെല്ലുവിളിയെ നേരിടാൻ സഭാപ്രസംഗിയുടെ നിർദ്ദേശം വിതയ്ക്കുന്നത് തുടരാനുള്ള സമർപ്പണത്തെയും പ്രതിബദ്ധതയും സംബന്ധിച്ചാണ്. സമകാലീന സമൂഹത്തിൽ കാറ്റ് ശക്തമായിരിക്കാം, മേഘങ്ങൾ കറുത്തതായിരിക്കാം, മതരാഷ്ട്രവൽക്കരണത്തിന്റെ മേഘങ്ങൾ വല്ലാതെ കൂമ്പാരമായി കൂടുന്നുണ്ടാവാം. സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതങ്ങളിൽ ജനങ്ങളുടെ വിശ്വാസം പലപ്പോഴും കപടവിശ്വാസമായി മാറുന്നുണ്ടാവാം. മേഘങ്ങളെ നോക്കുമ്പോൾ അത് വല്ലാതെ ഭീഷണിപ്പെടുത്തുന്നതായി തോന്നാം. ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു കോടതി വിധിയിൽ ജോധ്പൂർ ജയിലിൽ വയോധികനായ ഒരു തടവുകാരന് പരിചരണത്തിന് ഒരു കെയർ ഗിവറെ അനുവദിച്ചു എന്നുള്ളതാണ്. അതിലൊരു തെറ്റുമില്ല. തടവുകാർക്കും മാന്യതയും അന്തസ്സുമുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 മാന്യമായി ജീവിക്കാനുള്ള അവകാശം ഈ വിധി സംരക്ഷിക്കുന്നുണ്ട്. എന്നാൽ ആർട്ടിക്കിൾ 14 നിയമത്തിനു മുൻപിലെ സമത്വവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വാർത്ത വായിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് മറ്റൊരു തടവുകാരനെ കുറിച്ചാണ്. ഫാദർ സ്റ്റാൻ സ്വാമി പാർക്കിൻസൺ രോഗബാധിതരായി ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പ്രയാസപ്പെട്ടപ്പോൾ, സ്പൂണും സ്ട്രോയും ആവശ്യപ്പെട്ടപ്പോൾ നിഷേധിക്കപ്പെടുകയും കോടതി വ്യവഹാരങ്ങളിലേക്ക് അത് നീളുകയും ചെയ്തത് നമ്മുടെ ഓർമ്മയിലുണ്ട്. നീതി മതത്തിൻ്റെയും സാമൂഹിക പശ്ചാത്തലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ നീതി നിഷേധങ്ങളുടെ കാർമേഘങ്ങൾ നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ സഭാപ്രസംഗി പറയുന്നു, അനിശ്ചിതത്വം നിഷ്ക്രിയത്തിനുള്ള ഒരു ഒഴികഴിവായി മാറാൻ അനുവദിക്കരുത്. പലപ്പോഴും പ്രസംഗകരായും അധ്യാപകരായും കൗൺസിലറായും അഡ്മിനിസ്ട്രേറ്റർമാരായും ഇവന്റ് സംഘാടകരായും ആശയവിനിമയക്കാരായും സോഷ്യൽ മീഡിയ മാനേജർമാരായും ഫണ്ട് റൈസർമാരായും സ്ഥാപന നേതാക്കളായും അനവധി റോളുകൾ ഒരിടയൻ കൈകാര്യം ചെയ്യേണ്ടി വന്നേക്കാം. ഈ ശുശ്രൂഷകൾ കൈകാര്യം ചെയ്യുന്നതിൽ തിരക്കുള്ളവരായി ശുശ്രൂഷയുടെ അർത്ഥം മറന്നുപോകുന്നതിനാൽ അപകടം സംഭവിക്കുന്നു എന്ന് സഭാപ്രസംഗി പറയുന്നു. വൈകുന്നേരം നിങ്ങളുടെ കൈകൾ അലസമായിരിക്കരുത്. ഇതിനർത്ഥം ഒരിക്കലും വിശ്രമിക്കരുത് എന്നല്ല, മറിച്ച് വിശ്വസ്തമായ സ്ഥിരോത്സാഹം ആവശ്യപ്പെടുന്നു. ഇടയ ശുശ്രൂഷയുടെ പ്രതിബദ്ധത എന്നത് ഭ്രാന്തമായ പ്രവർത്തനങ്ങളല്ല. ഫലങ്ങൾ അനിശ്ചിതത്തിലാകുമ്പോൾ വിശ്വസ്തയോടെ തുടരാനുള്ള സന്നദ്ധതയാണ്. 5-6 വാക്യങ്ങൾ ഒരു പ്രധാന ദൈവശാസ്ത്ര സത്യത്തെയും അവതരിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ അറിയുന്നില്ല. ഇത് പറഞ്ഞ് ദൈവിക പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കാനല്ല, അതിൽ ചെറുതായോ വലുതായോ പങ്കുചേരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വേലയെ നിയന്ത്രിക്കുന്നവരായി നടിക്കാതെ ദൈവത്തിൻ്റെ വേലയിൽ പങ്കുകാരായി തീരാനാണ് ഇടയന്മാരെ വിളിച്ചിരിക്കുന്നത്. വിശ്വസ്തയോടെ വിതയ്ക്കുന്നത് തുടരാനുള്ള വിളിയാണ് സമകാലീന ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രലോഭനങ്ങളെ മറികടന്ന് വിശ്വസ്തയോടെ വിതയ്ക്കാൻ ഈ ഭാഗം നമ്മെ വെല്ലുവിളിക്കുന്നു. അലസതയുടെയും ആത്മസംതൃപ്തിയുടെയും വെല്ലുവിളികൾ നമ്മുടെ മുൻപിലുണ്ട്. 3 കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കാനായി ശ്രമിച്ചത്. 3 വെല്ലുവിളികൾ നിറഞ്ഞ ശുശ്രൂഷ മേഖലകളിൽ അനിശ്ചിതത്വത്തിൻ്റെ വെല്ലുവിളി, ദ ചാലഞ്ച് ഓഫ് അൺസർട്ടനിറ്റി. അവിടെ ഇടയൻ ആവശ്യമായിട്ടുള്ളത് ദ കറേജ് ടു കാസ്റ്റ്, അപ്പത്തെ എറിയാനുള്ള ധൈര്യമാണ്. സഭയുടെ ഭാവി നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പിൻവാങ്ങരുത്. പുതിയ ശുശ്രൂഷ രീതികൾ സ്വീകരിക്കുക, പുതിയ സമൂഹങ്ങളിലേക്ക് എത്തിച്ചേരുക, ഡിജിറ്റൽ ഇടങ്ങളിൽ ഇടപെടുക, യുവതലമുറയുടെ സഹയാത്രികരാകുക, സുവിശേഷത്തെ പരിചിതമായ അതിരുകൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോകുക. 2ാമത്തെ വെല്ലുവിളി മുറിവേറ്റ മനുഷ്യതയുടെ വെല്ലുവിളിയാണ്, ദ ചാലഞ്ച് ഓഫ് ബ്രോക്കൺ ഹ്യൂമാനിറ്റി. അവിടെ ഒരു ഇടയൻ ചെയ്യേണ്ടത് പങ്കുവെക്കാനുള്ള അനുകമ്പയാണ്, ദ കമ്പാഷൻ ടു ഷെയർ. ആളുകൾ അഭൂതപൂർവമായ ഏകാന്തതയുടെയും മുറിവുകളുടെയും വാഹകരാണ്. അതുകൊണ്ട് അകന്നു നിൽക്കരുത്, പങ്കുവെക്കുക, നമ്മുടെ സമയം പങ്കുവെക്കുക, സാന്നിധ്യം പങ്കുവെക്കുക, നമ്മുടെ കർത്താവിനെ പോലെ മനസ്സലിവുകളുടെ ഉടമകളായതിനെ പങ്കുവെക്കുക. ഈ വേദഭാഗം 3ാമത് നമ്മോട് പറയുന്ന വെല്ലുവിളി അലസതയുടെയും ആത്മസംതൃപ്തിയുടെയും വെല്ലുവിളിയാണ്, ദ ചാലഞ്ച് ഓഫ് ലേസിനെസ് ആൻഡ് കോംപ്ലൈസൻസി. കൂമ്പാരമായി കൂടുന്ന മേഘങ്ങളെ കണ്ട്, വീശിയടിക്കുന്ന കാറ്റിൻ്റെ ശക്തി കണ്ട് അലസരായിരിക്കാനും എല്ലാം ചെയ്തുവെന്ന് ആത്മസംതൃപ്തിയിലേക്ക് വീഴാനുമുള്ള സാധ്യതകളുണ്ട്. എന്നാൽ സഭാപ്രസംഗി ആവശ്യപ്പെടുന്നത് അലസരാകാതെ സമർപ്പിതരായി തീരുക എന്നുള്ളതാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.